അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ഖുർആനിൽ വന്നിട്ടുള്ള ഒരു ദുആയെക്കുറിച്ചാണ്. ഇത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും, അതായത് വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നതാണ്. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരും. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമുക്ക് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന വിധമായിരിക്കും. അത്രയധികം പ്രാധാന്യമുള്ളതും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുവാൻ, മാറ്റം വരുവാൻ, സന്തോഷം വന്നു ചേരാൻ നമുക്ക് ഈ ഒരൊറ്റ ദിക്റ് ചൊല്ലിയാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. ഈ ദുആ എപ്പോഴും പതിവാക്കുക. ഈ ദിക്റ് അത്രയധികം പ്രാധാന്യമുള്ളതാണ്. കടങ്ങൾ മാറാനും പ്രയാസം മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും എല്ലാത്തിനും വളരെ ഫലമുള്ള ദിക്റാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ദുആ ആണിത്. അക്രമിയായ ഫിർഔനിൻ്റെ ഭീഷണി മൂലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയൻ എന്ന സ്ഥലത്തേക്ക് പോയി. ദുഃഖം നിറഞ്ഞ അവസ്ഥയിൽ, ആരോരുമില്ലാത്ത അവസ്ഥയിൽ അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്ത്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഈ ദുആ ചൊല്ലിയപ്പോൾ അള്ളാഹു സുബ്ഹാനല്ലാഹു തആല ഉടൻ തന്നെ മൂസാ നബിയുടെ വിഷമം എല്ലാം നീക്കി കൊടുക്കുന്നു. കൂടാതെ മൂസാ നബി അലൈഹിസ്സലാമിനെ സുരക്ഷിതമായ ഇടം, തൊഴിൽ, നല്ല സുഹൃത്ത്, സൽസ്വഭാവിയായ ഭാര്യ, ഈ കാര്യങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ഖുർആനിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ശുഐബ് നബിയുടെ വീട്ടിൽ അഭയം ലഭിക്കുകയും ശുഐബ് നബിയുടെ സുഹൃത്താവാൻ ഭാഗ്യം ലഭിക്കുകയും ശുഐബ് നബിയുടെ സ്വാലിഹത്തായ മകളെ വിവാഹം കഴിക്കുകയും ആ വീട്ടിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. നല്ലൊരു ജോലി തേടുന്നവർ ഈ ദുആ ചൊല്ലുക. ഹലാലായ ആഗ്രഹങ്ങൾ ഉള്ളവരും ഉദ്ദേശങ്ങൾ നിറവേറാനുള്ളവരും ഈ ദുആ ചെയ്യുക. അതുപോലെ നല്ല വിവാഹം ശരിയാവാനും ഈ ദുആ പതിവാക്കുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. അല്ലാഹുവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം ആവശ്യക്കാരനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ദുആ നിസ്കാരങ്ങൾക്ക് എല്ലാ നിസ്കാരശേഷവും 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ കഴിയുന്ന അത്രയും ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി, ഹലാലായ ഉദ്ദേശങ്ങൾ, അനുഗ്രഹങ്ങൾ എല്ലാം നേടിയെടുക്കാനാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആത്മാർത്ഥമായി ചൊല്ലി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നടക്കും. ഖുർആനിലുള്ള ആയത്താണ്. എല്ലാവരും ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.